ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. അവധിക്ക് അപേക്ഷിച്ച് കേരള സർവകലാശാല രജിസ്ട്രാർ KS അനിൽകുമാർ. ദേഹാസ്വാസ്ഥ്യമുള്ളതിനാൽ അവധി നൽകണമെന്നാണ് ആവശ്യം. അവധി അപേക്ഷ VC നിരസിച്ചു. ഗോപാൽ ശീലാസനൽ നമുക്കൊപ്പം. ഗോപാൽ ശീലാസനൽ സസ്പെൻഷനിലായിരിക്കുന്ന ആളാണ് VCയെ സംബന്ധിച്ചോളം രജിസ്ട്രാർ KS അനിൽകുമാർ. എന്നാൽ അദ്ദേഹം അവധിയിൽ പോകുന്നത് അദ്ദേഹത്തിന് ഓഫീസിലിരിക്കാനോ ജോലി ചെയ്യാനോ ഉള്ള അനുമതി ഇല്ലാത്ത സാഹചര്യത്തിൽ കൂടിയാണോ? അതെ, തീർച്ചയായിട്ടും സുജയ. ഇപ്പോൾ അദ്ദേഹം അവധിക്ക് അപേക്ഷിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും പുതുതായി പുറത്തു വന്നിരിക്കുന്ന വാർത്ത. ഡോക്ടർ KS അനിൽകുമാറിന്റെ സസ്പെൻഷനാണ് കഴിഞ്ഞ ദിവസം കേരള സർവകലാശാലയിൽ അരങ്ങേറിയ നാടകീയ സംഭവങ്ങൾക്കെല്ലാം കാരണമായത്. ആ ഘട്ടത്തിൽ സിൻഡിക്കേറ്റ് അടക്കം ചേർന്ന് അദ്ദേഹത്തിന് തന്നെയാണ് ചുമതലയെന്നും ഹൈക്കോടതി വിധി തങ്ങൾക്ക് അനുകൂലമാണെന്നും അതുകൊണ്ട് രജിസ്ട്രാർ അനിൽകുമാർ ഇത്തരത്തിൽ രജിസ്ട്രാർ സ്ഥാനത്ത് തുടരുമെന്നും അടക്കം അറിയിച്ചിരുന്നു. അദ്ദേഹം ചുമതലയിൽ പ്രവേശിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്ന് രാവിലെ വൈസ് ചാൻസലർ അറിയിച്ചത് സർവകലാശാലയ്ക്കുള്ളിൽ കയറരുത് എന്നും താങ്കൾ സസ്പെൻഷനിൽ തന്നെയാണ് എന്നും അത്തരത്തിൽ ആ അറിയിപ്പ് ലംഘിച്ച് സർവകലാശാലയ്ക്കുള്ളിൽ കടന്നാൽ അത് അച്ചടക്ക നടപടിയാണ്, ചട്ടലംഘനമായി കണക്കാക്കുമെന്നും കാണിച്ചുകൊണ്ട് VC നോട്ടീസ് നൽകിയത്. ഇപ്പോൾ ആ ഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത പുറത്തു വന്നിരിക്കുന്നു. ഡോക്ടർ KS അനിൽകുമാർ അവധിക്ക് അപേക്ഷിച്ചിരിക്കുന്നു. അതായത് തനിക്ക് ഇതിനകത്ത് ചോദ്യം അതാണല്ലോ ഗോപാൽ ശീലാസനൽ, സസ്പെൻഷനിൽ കഴിയുന്ന ഒരാൾക്ക് എന്തിനാണ് അവധി? അദ്ദേഹം സസ്പെൻഷനിലാണല്ലോ, ദേഹാസ്വാസ്ഥ്യത്തിന് ചികിത്സിക്കാമല്ലോ. അതാണോ VCയുടെ മറുപടി? അതെ, തീർച്ചയായിട്ടും. അതായത് തനിക്ക് ദേഹാസ്വാസ്ഥ്യമുണ്ട് എന്നും രക്തസമ്മർദ്ദത്തിൽ ഏറ്റക്കുറച്ചിലുണ്ട് എന്നുമാണ് അദ്ദേഹം ഇതിൽ കാരണമായി സൂചിപ്പിച്ചിരിക്കുന്നത്. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഇന്നു മുതൽ ജൂലൈ 9 മുതൽ കുറച്ചു നാളത്തേക്ക് അവധിയിൽ പോകേണ്ടതായിട്ടുണ്ട് എന്നതാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്ന അവധി അപേക്ഷയിലെ പ്രധാനപ്പെട്ട ആവശ്യം. അതിനെ VC നിരസിച്ചിരിക്കുകയാണ്. VC ചോദിച്ചിരിക്കുന്നത് സസ്പെൻഷനിലായ ഉദ്യോഗസ്ഥൻ എങ്ങനെയാണ് അവധിയെക്കുറിച്ച് ചോദിക്കുന്നത്. അദ്ദേഹം അവധിയിൽ തന്നെയാണ്, അദ്ദേഹം നടപടി നേരിടുന്ന ഉദ്യോഗസ്ഥനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ അവധി അപേക്ഷയ്ക്ക് യാതൊരു പ്രസക്തിയില്ല എന്നും അതുകൊണ്ട് തന്നെ ആ അപേക്ഷ നിരസിക്കുകയാണ് എന്നും VC മോഹൻ കുന്നുമൽ, അതായത് ഇന്നു മുതൽ മോഹനൻ കുന്നുമലാണ് VCയുടെ ചുമതലയിലുള്ളത്. മോഹൻ കുന്നുമലിന് തന്നെയാണ് രജിസ്ട്രാർ KS അനിൽകുമാർ ഇത്തരത്തിൽ അപേക്ഷ നൽകിയിരിക്കുന്നതും മോഹൻ കുന്നുമൽ മറുപടിയായി നൽകിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ അപേക്ഷ നിരസിക്കുകയും ചെയ്തിരിക്കുന്നു. എന്നാൽ സിൻഡിക്കേറ്റ് കഴിഞ്ഞ ദിവസം നമുക്ക് ഏറ്റവും അവസാനമായി ലഭിക്കുന്ന വാർത്തകൾ പ്രകാരം, വിവരപ്രകാരം സിൻഡിക്കേറ്റ് ആ പഴയ വാദത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് അപ്പോയിന്റിംഗ് അതോറിറ്റിയായ സിൻഡിക്കേറ്റിനെ കുറിച്ചാണെന്നും ഉചിതമായ തീരുമാനമെടുക്കാൻ അർഹതയുള്ളത് സിൻഡിക്കേറ്റിനാണ് എന്നും ആ സിൻഡിക്കേറ്റ് തന്നെയാണ് രജിസ്ട്രാറെ സസ്പെൻഷൻ പിൻവലിച്ചുകൊണ്ടുള്ള ആ തീരുമാനമെടുത്ത് ഹൈക്കോടതിയെ അറിയിച്ചതും. അതുകൊണ്ട് തന്നെ രജിസ്ട്രാർ സ്ഥാനത്ത് KS അനിൽകുമാർ തന്നെയാണ് എന്ന നിലപാടിൽ മറുവശത്ത് സിൻഡിക്കേറ്റും ഉറച്ചു നിൽക്കുകയാണ്. എന്താണെങ്കിലും ഈ വിഷയത്തിൽ നടുവിൽപ്പെട്ടത് ഡോക്ടർ KS അനിൽകുമാറാണ്. അദ്ദേഹത്തിന്റെ അപേക്ഷ നിരസിച്ചു. അതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ അവധി അപേക്ഷയിൽ സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അത് സൂചിപ്പിക്കാതെ പോകാൻ കഴിയുകയില്ല. തന്റെ അഭാവത്തിൽ രജിസ്ട്രാർ സ്ഥാനത്തേക്ക് പരീക്ഷാ കൺട്രോളർക്കോ അല്ലെങ്കിൽ കാര്യവട്ടം ക്യാമ്പസിന്റെ ജോയിന്റ് രജിസ്ട്രാർക്കോ പകരം ചുമതല നൽകണമെന്ന ആവശ്യം കൂടി അദ്ദേഹം അവധി അപേക്ഷ സമർപ്പിച്ചപ്പോൾ അതിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ആ ആവശ്യം അടക്കമാണ് ഇപ്പോൾ നിരസിച്ചിരിക്കുന്നത്. മിനി കാപ്പിന് ഇത്തരത്തിൽ ചുമതല നൽകിയിട്ടുണ്ട് എന്നും ജോയിന്റ് രജിസ്ട്രാർമാരെ സ്ഥലം മാറ്റിയിട്ടുണ്ടെന്നും അടക്കമുള്ള മറുപടിയാണ് ഈ വിഷയത്തിൽ വൈസ് ചാൻസലർ നൽകിയിരിക്കുന്നത്. താൻ നേരത്തെ, അതായത് P ഹരികുമാറിന്റെ അച്ചടക്ക നടപടി, അദ്ദേഹവുമായി ബന്ധപ്പെട്ട വിഷയത്തെ വിശദീകരണം ചോദിച്ചതിനാൽ തന്നെ P ഹരികുമാറിനെ നീക്കിയതിന് പകരം അന്ന് മിനി കാപ്പിന് പകരം ചുമതല നൽകിയിരുന്നു. ആ ചുമതല നൽകിയ ആൾ ഇപ്പോൾ രജിസ്ട്രാർ സ്ഥാനത്തുണ്ട് എന്നും അതുകൊണ്ട് തന്നെ അതേക്കുറിച്ച് താങ്കൾ അങ്കലാപ്പിൽ പെടേണ്ടതില്ല എന്നും അടക്കമുള്ള കാര്യമാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ VC എടുത്തിരിക്കുന്ന നിലപാട്. എന്താണെങ്കിലും ഇത്രയും കത്തി നിൽക്കുമ്പോൾ, വിവാദങ്ങൾ അതിന്റെ അത്യുന്നതിയിൽ നിൽക്കുമ്പോൾ, SFI നാളെ പഠിപ്പുമുടക്ക് പ്രഖ്യാപിക്കുമ്പോൾ, DYFI യൂണിവേഴ്സിറ്റിയിലേക്ക് മാർച്ച് സംഘടിപ്പിക്കുമ്പോൾ ആ വിഷയത്തിൽ ഗോപാൽ ശീലാസനൽ, ഈ അവധി അപേക്ഷ KS അനിൽകുമാർ നൽകുന്നത് സിൻഡിക്കേറ്റുമായി കൂടി ആലോചിച്ചതിന് ശേഷമായിരിക്കുമല്ലോ. കാരണം അദ്ദേഹം ജോലിയിൽ തിരികെ കയറുന്നു, എന്നിട്ട് രജിസ്ട്രാർ മുറിയിലിരിക്കുന്നു. എന്നാൽ ഒരു ഫയൽ പോലും തുടരുത് എന്ന കർശന നിർദ്ദേശം വരുന്നു. ആ മുറി ഉപയോഗിക്കാൻ പാടില്ല എന്ന് VC പറയുന്നു. ഇതിനെയൊക്കെ മറികടന്നുകൊണ്ട് അവിടെ തുടരാൻ സിൻഡിക്കേറ്റിനും അദ്ദേഹത്തിന് അനുമതി കൊടുക്കാൻ സാധിക്കില്ല. കാരണം സർവകലാശാലയിൽ VCക്കുള്ള അധികാരത്തിന് താഴെയാണ് സിൻഡിക്കേറ്റ് ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ വരിക. അപ്പോൾ സിൻഡിക്കേറ്റിന് ഇനി കൂടുതൽ ഇടപെടാൻ കഴിയില്ല എന്നതുകൂടി മനസ്സിലാക്കിക്കൊണ്ടാണോ ഈ അവധി അപേക്ഷയിലേക്ക് പോയിരിക്കുന്നത്? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സുജിയ, ഈ സിൻഡിക്കേറ്റ് ആണ് ഈ രജിസ്ട്രാറുടെ അപ്പോയിന്റിംഗ് അതോറിറ്റിയായി സർവകലാശാല ചട്ടപ്രകാരം നിശ്ചയിച്ചിരിക്കുന്നത്. ആ അപ്പോയിന്റിംഗ് അതോറിറ്റിയുടെ നിർദ്ദേശപ്രകാരം താൻ ചുമതലയേറ്റു എന്നതാണ് രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാർ കഴിഞ്ഞ ദിവസം വരെയും നമ്മോട് പറഞ്ഞിരുന്ന കാര്യം. കാരണം ഈ പ്രത്യേക സിൻഡിക്കേറ്റ് യോഗം നടന്നപ്പോൾ അന്ന് സിൻഡിക്കേറ്റ് യോഗത്തിൽ ഇടതംഗങ്ങൾ വാദിച്ചതും അങ്ങനെ തന്നെയാണ്. അതായത് സിൻഡിക്കേറ്റ് ആണ് ഇത്തരത്തിൽ ഒരു അച്ചടക്ക നടപടിയാണെങ്കിലും അതിന്മേലുള്ള നിയമനമാണെങ്കിലും അതിന്മേലുള്ള എന്ത് കാര്യങ്ങളാണെങ്കിലും സിൻഡിക്കേറ്റ് തീരുമാനിക്കേണ്ടതാണ്. അതിൽ
VC ഇല്ലാത്ത അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഈ രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തുവെന്നും ആ സസ്പെൻഡ് ചെയ്ത തീരുമാനം ഇത്തരത്തിൽ സിൻഡിക്കേറ്റ് യോഗം ചേർന്ന് സിൻഡിക്കേറ്റ് റദ്ദാക്കുകയാണ് എന്നും അടക്കം രേഖപ്പെടുത്തിയാണ് ആ സത്യവാങ്മൂലം പിറ്റേ ദിവസം തിങ്കളാഴ്ച ഹൈക്കോടതിയിൽ സമർപ്പിച്ചത്. ആ ഹൈക്കോടതിയിൽ സമർപ്പിച്ചപ്പോൾ അന്ന് ഡോക്ടർ KS അനിൽകുമാർ തന്റെ സസ്പെൻഷൻ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ നൽകിയ ഹർജി അദ്ദേഹം പിൻവലിക്കുകയും ചെയ്തിരുന്നു. ആ ഹൈക്കോടതിയിലെ ഹർജിയൊക്കെ തീർപ്പാക്കിയല്ലോ ഗോപാൽ ശിലാസനൽ. ഇനി അറിയേണ്ടത് അവധിക്ക് അപേക്ഷിച്ചു, അവധി നിരസിക്കുകയാണ്. അദ്ദേഹം സസ്പെൻഷനിലാണ് എന്നതാണ് VC പറയുന്നത്. അപ്പോൾ ഇനി അദ്ദേഹത്തിന് വന്നാൽ ഇരിക്കാൻ ഓഫീസില്ല, അവധിയിൽ പോകാനാണെങ്കിൽ അവധിയുമില്ല. അപ്പോൾ അദ്ദേഹം ഈ സസ്പെൻഷൻ അംഗീകരിച്ച് വീട്ടിലേക്ക് പോവുക എന്നത് മാത്രമായി അദ്ദേഹത്തിന്റെ ഓപ്ഷൻസ് ചുരുങ്ങുകയാണോ? സിൻഡിക്കേറ്റ് ഇടപെടുമോ? സാങ്കേതികമായി അങ്ങനെയാണ് നിലവിലെ ഘട്ടത്തിൽ മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഈ വിഷയത്തിൽ സിൻഡിക്കേറ്റ് ഇടപെടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കാരണം CPM ആണെങ്കിലും സർക്കാരാണെങ്കിലും സിൻഡിക്കേറ്റ് ആണെങ്കിലും എന്ത് വില കൊടുത്തും രജിസ്ട്രാറെ സംരക്ഷിക്കുക എന്നതാണ് ഇപ്പോഴത്തെ നയം. മന്ത്രി അടക്കം അത് പരസ്യമായി വ്യക്തമാക്കിയിട്ടുണ്ട്. SFIയുടെ ഇന്നലത്തെ സമരം പോലും ആ വിഷയത്തിൽ രജിസ്ട്രാറെ കൂടി സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായും നിയമപരമായും എന്ത് തരത്തിലേക്കുള്ള പ്രതിരോധവും ഈ ഘട്ടത്തിൽ CPM-ഉം സിൻഡിക്കേറ്റും സർക്കാരും സ്വീകരിച്ചാൽ അതിൽ സംശയപ്പെടേണ്ടതില്ല. പക്ഷെ അപ്പോഴും പ്രധാനപ്പെട്ട ഒരു കാര്യം സൂചിപ്പിക്കേണ്ടത് ഇതിൽ ഏറ്റവും പ്രധാനമായി ചാൻസലറുടെ പിന്തുണ ഡോക്ടർ മോഹനൻ കുന്നുമ്മലിന് ഉണ്ട് എന്നുള്ളതാണ്. ചാൻസലറുടെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിൽ ഈ തീരുമാനം. മോഹൻ കുന്നുമ്മൽ ആദ്യം ഈ സസ്പെൻഷൻ നടപടി മുതൽ ഇന്നുവരെയുള്ള മോഹൻ കുന്നുമ്മൽ ആണെങ്കിലും സിസ തോമസ് ആണെങ്കിലും എടുത്തിട്ടുള്ളത് ചാൻസലർ ആയിട്ടുള്ള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ അർലേക്കറിന്റെ പിന്തുണ പ്രകാരമാണ്. അതിൽ ഇതിന്റെ ഏറ്റവും മുകളിലുള്ള സർവകലാശാലകളുടെ ഏറ്റവും മുകളിലുള്ള അതോറിറ്റി എന്ന നിലയ്ക്ക് ചാൻസലർക്ക് ഇതിൽ ഇടപെടുന്നതിന് ഇപ്പോഴും അവസരമുണ്ട്, അവകാശമുണ്ട്. അതുകൊണ്ട് തന്നെയായിരിക്കും ഈ ഘട്ടത്തിൽ ഇനി കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് കടക്കേണ്ടതില്ല, ഇനി കൂടുതൽ വിവാദങ്ങളിലേക്ക് പോകേണ്ടതില്ല, തന്റെ ഭാവി കൂടി വ്യക്തിപരമായി ചിന്തിച്ചതിന് ശേഷമായിരിക്കും ഇപ്പോൾ ഡോക്ടർ KS അനിൽകുമാർ ഇതിൽ നിന്ന് പിന്തിരിയുന്നു എന്ന് തന്നെ അതായത് ഗോപാൽ ശിലാസനൽ ഈ പോരാട്ടത്തിൽ സിൻഡിക്കേറ്റിനും അതുപോലെ തന്നെ ചാൻസലറായ ഗവർണർക്കും കൃത്യമായ രാഷ്ട്രീയ താല്പര്യങ്ങൾ ഉണ്ടാകും. ആ താല്പര്യങ്ങൾക്കനുസരിച്ച് അവർ മുന്നോട്ട് പോകുമ്പോൾ അതിനിടയിൽ പെടുന്നത് സർക്കാർ ഉദ്യോഗസ്ഥനായ രജിസ്ട്രാറുടെ ഭാവിയാണ്. അല്ലെങ്കിൽ അദ്ദേഹം അവിടുത്തെ ഒരു സ്റ്റാഫായി പ്രവർത്തിക്കുന്നയാളാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ നിയമനം, മുന്നോട്ടുള്ള ജോലി അതൊക്കെ പ്രതിസന്ധിയിലാകും എന്ന ഒരു തോന്നൽ കൂടി അദ്ദേഹത്തിന് വന്നിട്ടുണ്ട് എന്നാണോ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും. കാരണം അതിന്റെ ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. കാരണം ആദ്യഘട്ടത്തിൽ ഈ സിൻഡിക്കേറ്റ് ഇദ്ദേഹത്തെ സംരക്ഷിക്കും എന്നതായിരുന്നു അദ്ദേഹത്തിന് കിട്ടിയിരുന്ന ഉറപ്പ്. അതുമായി ബന്ധപ്പെട്ട് അന്ന് ഇതിന്റെ ഏറ്റവും വലിയ തെളിവ്, അതായത് സിൻഡിക്കേറ്റിനൊപ്പമാണ് താൻ എന്നതിന്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു ഈ സിൻഡിക്കേറ്റ് യോഗം കഴിഞ്ഞത്. ആ യോഗം ചേരുന്നത് ഞായറാഴ്ച ദിവസമായിരുന്നു. ആ സിൻഡിക്കേറ്റ് യോഗം ഉച്ചയ്ക്ക് 2 മണിയോടെ പൂർത്തിയാകുന്നു. അതിന് കൃത്യം 2.5 മണിക്കൂറിന് ശേഷം 4:30 ഡോക്ടർ KS അനിൽകുമാർ സർവകലാശാലയിലേക്ക് എത്തി. ഞായറാഴ്ച ദിവസം അവധിയായിട്ട് പോലും അദ്ദേഹം സിൻഡിക്കേറ്റിന്റെ നിർദ്ദേശപ്രകാരം ചുമതലയിൽ പ്രവേശിച്ചു. പിറ്റേ ദിവസം രാവിലെയും, അതായത് തിങ്കളാഴ്ച രാവിലെ ഹൈക്കോടതിയിൽ കേസ് പരിഗണിക്കുമ്പോൾ ഈ വിഷയത്തിൽ എന്താകും വിധി, എന്താകും തീരുമാനം എന്നതിന്റെ കാര്യത്തിൽ യാതൊരു വ്യക്തതയും യാതൊരു സൂചനയും സാധ്യതയും ഇല്ലാത്തപ്പോൾ പോലും അദ്ദേഹം സർവകലാശാലയിലേക്ക് എത്തി. ഇടതംഗങ്ങളുടെ പിന്തുണയോടുകൂടി അദ്ദേഹം രജിസ്ട്രാറുടെ ഓഫീസിലെത്തി. അദ്ദേഹത്തിന്റെ കസേരയിലിരുന്നു. അന്ന് ഉച്ചയ്ക്ക് വിധി വരുമ്പോൾ ഈ സിൻഡിക്കേറ്റ് പ്രഖ്യാപിച്ചു ഇത്തരത്തിൽ വിധി തങ്ങൾക്ക് അനുകൂലമാണ്. രജിസ്ട്രാർ ഇത്തരത്തിൽ ഡോക്ടർ KS അനിൽകുമാർ തന്നെയാണ്, അദ്ദേഹം തന്നെ തുടരുമെന്ന്. ഒരു ഘട്ടത്തിൽ 2 രജിസ്ട്രാർമാർ സാങ്കേതികമായി സർവകലാശാലയിൽ ഒരേ സമയം ഉണ്ടായിരിക്കുന്ന ഘട്ടം പോലും ഉണ്ട്. അതായത് സിൻഡിക്കേറ്റിന്റേതായ ചുമതല വഹിക്കുന്ന, സിൻഡിക്കേറ്റ് നിർദ്ദേശിച്ച പ്രകാരമുള്ള ഡോക്ടർ KS അനിൽകുമാറും അതിനോടൊപ്പം തന്നെ മറുവശത്ത് വൈസ് ചാൻസലറും നേരിട്ട് ചുമതല നൽകിയ മിനി കാപ്പനും 2 രജിസ്ട്രാർമാർ ഉണ്ടായിരിക്കുന്ന ഒരു സ്ഥിതി വന്നു. അത്തരത്തിലേക്ക് സാങ്കേതിക പ്രശ്നം പോലും, ഭരണ ആശങ്ക പോലും ഉണ്ടാകുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങളുണ്ടായി. അപ്പോഴും അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ധൈര്യം സിൻഡിക്കേറ്റും CPM-ഉം സർക്കാരും കൂടെയുണ്ട് എന്നതായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് കാര്യങ്ങൾ കൈവിട്ടു പോകുന്നുണ്ട്. ചാൻസലർ ഈ വിഷയത്തിൽ ലഭിച്ച നിയമോപദേശ പ്രകാരം കഴിഞ്ഞ ദിവസം ചാൻസലർ തീരുമാനിച്ചത് ഈ വിഷയത്തിൽ സിൻഡിക്കേറ്റ് പിരിച്ചുവിടുന്ന അടക്കം ഉള്ള നടപടികളിലേക്ക് കടക്കേണ്ടതില്ല, സാഹചര്യം അത്തരത്തിലേക്ക് പോയിട്ടില്ല, BCയുടെ റിപ്പോർട്ട് പ്രകാരമുള്ള അച്ചടക്ക നടപടി മാത്രം മതി എന്നതാണ്. എന്നാൽ അതിനപ്പുറത്തേക്ക് ഇനിയും പ്രകോപിപ്പിച്ചാൽ അത് ഗുരുതരമായ പ്രത്യാഘാതത്തിലേക്ക് നയിക്കുമോ എന്ന ഒരു സംശയം കൂടിയായിരിക്കാം ഡോക്ടർ KS അനിൽകുമാറിന്റെ അവധി അപേക്ഷയിലേക്ക് നയിച്ചിട്ടുണ്ടാവുക. കൂടാതെ തന്നെ ഇത് സിൻഡിക്കേറ്റിനോട് കൂടി ആലോചിക്കാതെയുള്ള തീരുമാനമാണ്, അദ്ദേഹത്തിന്റെ സ്വന്തം തീരുമാനമാണ് എന്ന കാര്യത്തിൽ നമുക്ക് ഒരു വിശ്വാസ്യതയുമില്ല. കാരണം ഇതുവരെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായി സിൻഡിക്കേറ്റിന്റെ ഡയറക്ഷനോട് കൂടി തന്നെയാണ് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുള്ളത്, അദ്ദേഹം നിന്നിട്ടുള്ളത്. ഇപ്പോഴും ഈ തീരുമാനത്തിന് പിന്നിലും സിൻഡിക്കേറ്റുമായിട്ടുള്ള കൂടിയാലോചന. രജിസ്ട്രാർക്ക് ചെയ്യാൻ കഴിയുന്നത് എന്താണ്? അദ്ദേഹത്തിന് മുന്നിലുണ്ടായിരുന്ന ഒരു ഉപാധി, ഇരിക്കാൻ മുറിയില്ല, രജിസ്ട്രാർ എന്ന നിലയിൽ ഫയലിൽ തൊടാൻ കഴിയില്ല. പിന്നെ അദ്ദേഹം യൂണിവേഴ്സിറ്റിയിൽ വന്ന വളപ്പിലൊക്കെ നിന്ന് പോകാനേ അദ്ദേഹത്തിന് കഴിയുകയുള്ളൂ. അത് അദ്ദേഹത്തിന് നാണക്കേടുണ്ടാക്കുന്ന കാര്യവുമാണ്. അപ്പോൾ രജിസ്ട്രാർ എന്ന നിലയിൽ അദ്ദേഹത്തിന് തുടരാൻ സാധിക്കില്ല എന്ന ഒരു
എന്നത് അദ്ദേഹം പൂർണ്ണമായും മനസ്സിലാക്കുകയാണോ? ഇക്കാര്യത്തിൽ സിൻഡിക്കേറ്റ് ഏതെങ്കിലും തരത്തിൽ പ്രതികരിക്കുന്നുണ്ടോ? സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ പ്രതികരണം വരുന്നുണ്ടോ ഗോപാൽ? സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ പ്രതികരണം ഏറ്റവും അവസാനമായി നമ്മൾ അവരിൽ നിന്ന് ലഭിച്ച വിവരപ്രകാരം ഈ VC എടുക്കുന്ന നിലപാട് ചട്ടവിരുദ്ധമാണ് എന്നും സിൻഡിക്കേറ്റിന്റെ അപ്പോയിന്റിംഗ് അതോറിറ്റി, സിൻഡിക്കേറ്റ് ആണ് ഈ രജിസ്ട്രാർ അപ്പോയിന്റിംഗ് അതോറിറ്റി, അത് സിൻഡിക്കേറ്റുമായി ബന്ധപ്പെട്ട സിൻഡിക്കേറ്റിന്റെ വിവേചന അധികാരത്തിൽപ്പെടുന്ന കാര്യമാണ്. അതിൽ വൈസ് ചാൻസലർ അനധികൃതമായിട്ടാണ് ഇടപെടുന്നത്. വൈസ് ചാൻസലറുടെ ഇടപെടൽ ചട്ടലംഘനമാണ്, ഹൈക്കോടതി വിധിയുടെ ലംഘനമാണ്, കോടതി അലക്ഷ്യമാണ് എന്നതാണ് സിൻഡിക്കേറ്റ് ഇതുമായി ബന്ധപ്പെട്ട് എടുത്തിരിക്കുന്ന തീരുമാനം. അപ്പോഴും മറുവശത്ത് മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഇതിൽ ഉദ്യോഗസ്ഥർക്കെതിരെയും രജിസ്ട്രാർ മാത്രമല്ല സർവകലാശാലയിലെ ഉദ്യോഗസ്ഥർക്കെതിരെയും അച്ചടക്ക നടപടി വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം കഴിഞ്ഞ ദിവസം ഈ ഡോക്ടർ KS അനിൽകുമാർ തിങ്കളാഴ്ച ഈ കേസ് ഹൈക്കോടതിയിൽ പരിഗണിക്കുമ്പോൾ അദ്ദേഹം രാവിലെ വന്ന് ചുമതല ഏറ്റെടുത്തിരുന്നു. അദ്ദേഹത്തിന്റെ സ്വന്തം ഓഫീസിൽ അദ്ദേഹത്തിന്റെ പേര് വെച്ച, അദ്ദേഹത്തിന്റെ ബോർഡ് വെച്ച ഓഫീസിൽ തന്നെയാണ് ഇരുന്നത്. അതേസമയം തന്നെ അദ്ദേഹം ഓഫീസിലെത്തിയ അതേ സമയം തന്നെയാണ് മിനി കാപ്പന് ചുമതല കൈമാറിക്കൊണ്ട് അന്നത്തെ VC ആയിരുന്ന സിസ തോമസ് ഉത്തരവിട്ടത്. എന്നാൽ ആ ഉത്തരവ് നടപ്പിലാക്കാൻ കൂട്ടാക്കാതിരുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ അച്ചടക്ക നടപടിക്ക് ഇപ്പോൾ ഒരുങ്ങുകയാണ് വൈസ് ചാൻസലർ. സ്ഥാനക്കയറ്റം നൽകിയവരെയും സ്ഥലം മാറ്റം നൽകിയതും അടക്കമുള്ള ഉത്തരവുകൾ പല ഉദ്യോഗസ്ഥരും ചില രാഷ്ട്രീയ സമ്മർദ്ദം മൂലം നടപ്പിലാക്കാൻ വിസമ്മതിച്ചു. അത്തരത്തിൽ ഇതൊരു വികസിച്ചുകൊണ്ടിരിക്കുന്ന വാർത്തയാണ്. ഞാൻ തിരികെ എത്താം ഗോപാൽ ഷീല സനലിലേക്ക്. പുതിയ വിവരങ്ങൾ, പ്രതികരണങ്ങൾ വരുന്ന മുറയ്ക്ക് ഇപ്പോഴുള്ള വിവരം അവധിക്ക് അപേക്ഷിച്ച കേരള സർവകലാശാല രജിസ്ട്രാർ KS അനിൽകുമാറിന്റെ നീക്കം പാളി എന്നുള്ളതാണ്. ദേഹാസ്വാസ്ഥ്യം ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹം അവധി അപേക്ഷ നൽകിയത്. പക്ഷേ ഈ അവധി അപേക്ഷ VC സിസ തോമസ് നിരസിക്കുകയാണ് ഉണ്ടായത്.